ഹായ് ഹലോ എല്ലാവർക്കും SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന് പറഞ്ഞിട്ടുള്ള 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. 6ാം ക്ലാസ് തൊട്ട് നമുക്ക് 10ാം ക്ലാസ് വരേക്കുള്ള ഭരണഘടന ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചാപ്റ്ററുകൾ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് പോവാം. ഇന്ന് ഞാൻ 6ാം ക്ലാസ് തൊട്ടാണ് തുടങ്ങുന്നത്. ഇന്നാണ് ഭരണഘടനയുടെ ഫസ്റ്റ് ക്ലാസ് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ നെയിം ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നുള്ളതാണ് കേട്ടോ. 9ാമത്തെ ചാപ്റ്ററാണേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടന്നാലോ. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചിട്ടാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. അതിനെ എന്തു പറയുന്നു? അതിനെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനയുടെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് എന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. ഇവിടെ UP സ്കൂളിലെ കുട്ടികൾ, പാലവിള UP സ്കൂളിലെ കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണ് എഴുതി വെച്ചിട്ടുള്ളത്? എവിടെയാണ്? ഇതിനെല്ലാം കൂടെ ടീച്ചർ ഒരു ഉത്തരമാണ് പറയുന്നത്. അത് ഏതാണ്? ഭരണഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണ്. ഇവിടെ ഒരു കുട്ടി ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അപ്പോൾ ടീച്ചർ എല്ലാത്തിനും കൂടെ ഒരു ആൻസർ പറഞ്ഞു. എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതേതാണ്? ഭരണഘടന. ഇനി നമുക്ക് ഭരണഘടനയുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മുടെ ഭരണഘടനയുടെ ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുത്താനിടയാക്കിയ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഹമ്മുറാബിയുടെ നിയമസംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നാണ് ഈ നിയമസംഹിത അനുശാസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. അതിലെന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അനുവാദമില്ല, അധികാരമില്ല എന്നാണ് പറയുന്നത്. മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴിക കല്ലായിട്ടാണ് എന്തിനെ കാണുന്നത്? മാഗ്ന കാർട്ടയെ കാണുന്നത്. 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ചിട്ട് ജനങ്ങൾ ഒപ്പുവെച്ച ഒരു പ്രമാണം, അതിനെന്ത് പറയുന്നു? മാഗ്ന കാർട്ട എന്നാണ് പറയുന്നത്. അതിലെന്താണ് പറയുന്നത്? രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? നമ്മുടെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴിക കല്ലായിട്ടാണ് ഈ മാഗ്ന കാർട്ടയെ കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് മഹത്തായ വിപ്ലവം. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. വർഷം പഠിച്ചു വെച്ചോ, 1688. മഹത്തായ വിപ്ലവത്തിൻ്റെ വർഷം 1688. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അപ്പോൾ ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഒരു ഭരണഘടന രൂപീകരണത്തിന് വഴിയൊരുക്കിയത് ഏതാണ്? 1688 മഹത്തായ വിപ്ലവമാണ്. ഇനിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു.
ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് എന്ത് കാരണമായി? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്താണ് കാരണമായി? വർഷം എടുത്തു വെച്ചോട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർഷം ഓർത്തു വെച്ചോ. 1776. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടന. പ്രിലിംസിനൊക്കെ ചോദ്യം വരാറുള്ളതാണ് കേട്ടോ അത്. അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. അതെങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണിത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം പഠിച്ചു വെച്ചോ. 1789 എഴുതി വെച്ചോ, ചെറിയ നോട്ടാക്കിക്കോ. 1789 ഫ്രഞ്ച് വിപ്ലവം. എന്തായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. മുകളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ? അടിച്ചമർത്തലിനും ചൂഷണങ്ങൾക്കുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനയുടെ രൂപീകരണത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇനിയും ഭരണഘടനകൾ തന്നെ പലതരമുണ്ട്. ഭരണഘടനകളെ അവയുടെ സ്വഭാവം, മാറ്റം വരുത്തുവാനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതം, അലിഖിതം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയിൽ ദൃഢമായത്, അയവുള്ളത് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. രൂപം കൊണ്ട രീതിയിലാണെങ്കിൽ നടപ്പിലാക്കിയത്, പരിണമിച്ചത് അങ്ങനെയുമാണ് ഭരണഘടനയെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ദൃഢമായതും അയവുള്ളതും പഠിക്കണം, ലിഖിതവും അലിഖിതവും പഠിക്കണം. കാരണം ഇത് 4 മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, പ്രിലിംസിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ലിഖിതം നോക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. എഴുതി തയ്യാറാക്കുക, അതിനെയാണ് ലിഖിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണുള്ളത്? ഉദാഹരണം: ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, USA കേട്ടോ. ഇന്ത്യൻ അമേരിക്കൻ നാടുകളിൽ USA-യും എന്താണ്? ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം പഠിച്ചിരിക്കണം. ഇന്ത്യയും USA-യുമാണ് കേട്ടോ. ഇന്ത്യ, USA ഏതാണ്? ലിഖിത ഭരണഘടനയാണ്. അലിഖിതം എന്നാൽ എന്തായിരിക്കും അപ്പോൾ? എഴുതി തയ്യാറാക്കാത്തത് അല്ലേ? പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതും. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. UK-യും ന്യൂസിലാൻഡുമാണ് അലിഖിതത്തിന് ഉദാഹരണം പഠിക്കണേ. ലിഖിതത്തിന് ഇന്ത്യ, USA. അലിഖിതത്തിന് ഏതൊക്കെയാണ്? UK-യും ന്യൂസിലാൻഡും. ഇനി അടുത്തത് ദൃഢമായത്. മാറ്റം വരുത്തുന്നതിന്, അതായത് ഭേദഗതി ചെയ്യാൻ കർക്കശമായ നടപടികൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ഏത് എന്ന് പറയുന്നത്? ദൃഢമായ ഭരണഘടന എന്ന് പറയുന്നത്. അതേതൊക്കെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ. അതിനെന്താണ്? ദൃഢമായിട്ടുള്ള ഭരണഘടനയാണ് അവിടെയുള്ളത്. അതെന്താണ്? നമുക്ക് ഭേദഗതി വരുത്തണമെങ്കിൽ ഒരുപാട് കർക്കശമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞത്? അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയും. അയവുള്ളത് എന്ന് പറഞ്ഞാലോ, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ് അയവുള്ളത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്? UK-യും ന്യൂസിലാൻഡുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താണ്? അയവുള്ള ഭരണഘടനയുമാണ്, അലിഖിതവുമാണ് അല്ലേ? ഇനി ദൃഢമായത് എവിടെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ. ഇനി നടപ്പിലാക്കിയത്, പരിണമിച്ചത് നമുക്കൊന്ന് വായിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഭരണഘടനാ നിർമ്മാണ സഭയോ അല്ലെങ്കിൽ കൗൺസിലിൻ്റെയൊക്കെ രൂപീകരണത്തിന് ശേഷം എന്താണ്? അത് എഴുതി തയ്യാറാക്കുകയാണ്. അതിനെയാണ് നടപ്പിലാക്കിയ ഭരണഘടന എന്നുകൊണ്ട് പറയുന്നത്. ഏതൊക്കെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ നടപ്പിലാക്കിയ ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ. പരിണമിച്ചതാണെങ്കിലോ, ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എക്സാമ്പിളായിട്ട് UK-യും കാനഡയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരിണമിച്ചെങ്ങനെയാണ്?
ഓരോ മാറ്റങ്ങളുടെ ഫലമായിട്ട് എന്താണ് രൂപപ്പെട്ട ഭരണഘടനയാണ്. അതിലെന്തൊക്കെ ഉണ്ടാവും? കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ. ഈ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ആയിരിക്കും ആ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. ഏതൊക്കെയാണ് ഉദാഹരണമായിട്ട്? UK-യും കാനഡയുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് ഭരണഘടനയുടെ ആവശ്യ ഗുണങ്ങൾ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത. എന്താണ് സംക്ഷിപ്തത പറഞ്ഞാൽ? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം ഒരു ഭരണഘടന എന്ന് പറയുന്നത്. അവശ്യ വസ്തുക്കളെല്ലാം ഉൾക്കൊള്ളണം, അത് വളരെ കൃത്യവുമായിരിക്കണം. വ്യക്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ഒരു ഭരണഘടനയിലെ ഓരോ വ്യവസ്ഥയും എന്തായിരിക്കും? വളരെ വ്യക്തമായിട്ട്, ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കണം. എന്താണ് ചലനാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയണം. ഓരോ സാഹചര്യങ്ങൾ, ഓരോ കാലഘട്ടം കഴിയും തോറും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവാണെങ്കിൽ എന്താണ് അതിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കഴിയണം. അനുയോജ്യതയോ? ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ എന്താണ് നിറവേറ്റാൻ തക്കമായിട്ടുള്ള ഒരു ഭരണഘടനയായിരിക്കണം ഭരണഘടന എന്ന് പറയുന്നത്. സമഗ്രതയാണെങ്കിലോ? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായിട്ട് തന്നെ അതിൽ പ്രതിപാദിച്ചിരിക്കണം. മുഴുവനായിട്ടും എന്താണ് വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, പൗരന്മാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കടമകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്താണ് ഫുള്ളായിട്ട് എന്താണ് അതിൽ പ്രതിപാദിച്ചിരിക്കണം. ഇത്രയുമാണ് ഒരു ഭരണഘടനയ്ക്ക് വേണ്ട അവശ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിത് ഇതിന് എഴുതി വെച്ചാൽ നന്നാവും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ പ്രിലിംസിനൊക്കെ ചോദിച്ചുകൂടാഴില്ല കേട്ടോ. 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെ വരും. ഇതൊക്കെ നമ്മൾ വരില്ല എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയുന്ന ക്വസ്റ്റ്യൻസാണ്. എഴുതി വെച്ചാൽ നന്നാവും കേട്ടോ. ഈ ഓരോ സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത ഇത്രയും എഴുതി വെച്ചാൽ മതിയേ. ബാക്കി നിങ്ങൾക്ക് ഒരു 2 റൗണ്ട് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭരണഘടനാ വ്യവസ്ഥ. ഭരണഘടനയുടെ പൊതു സവിശേഷത നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ടീച്ചറും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ പറയാണ്, മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി അത് ആവർത്തിക്കരുത്. മനു പറയാണ്, ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? ടീച്ചർ, എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാരന് മാത്രമല്ല ഭരണാധികാരികൾക്കും എന്താണ് ബാധകമാണ്. ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമുക്കറിയാം അല്ലേ. വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണങ്ങൾ ഉള്ളതുപോലെ അധികാരികൾക്കുമേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ശരിയല്ലേ? നമുക്കെന്താണ് ഒരു പരിധിയില്ലാതെ ഒരു രാജാവിന്, ഒരു ഭരണാധികാരിക്ക് എന്താണ് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അത് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യും. പിന്നെന്താണ് ഒരാൾ മാത്രം ഭരിക്കുന്ന ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങളും അഭിലാഷണങ്ങളും ഒന്നും എന്താണ് പൂർത്തീകരിക്കാത്ത ഒരു സ്വേച്ഛാധിപത്യം, അയാൾ മാത്രം ആ രാജ്യം ഭരിക്കുന്ന രീതിയിലേക്ക് ആയിപ്പോവും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. അപ്പോൾ അതിനെതിരെയാണ് എന്ത് നിലകൊള്ളുന്നത്? ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുക, കുറയ്ക്കുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്നത് ആരാണ്? അത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമികമായിട്ടുള്ള നിർവചനം. സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തിരിച്ചു. അപ്പോൾ സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും നിയമങ്ങളെ രണ്ടായി തിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണെന്ന് ഓർത്തിരിക്കുക. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപപ്പെടലിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. രാഷ്ട്രപതി, ഇതിവിടെ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ വാചകം ശ്രദ്ധിക്കൂ. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഏതാണ്? നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ എഴുതപ്പെട്ടതുമായ ഭരണഘടന ഏതാണ്? അത് ഇന്ത്യയുടേതാണ്. ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം എങ്ങനെയായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലായി. ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് കേട്ടോ. വർഷം ഓർത്തിരിക്കുക കേട്ടോ, 1600 പിന്നീട് എന്ത് ചെയ്തു? ഈ കച്ചവടത്തിനായിട്ട് വന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പിന്നീട് എന്തായി? അധികാരികളായിട്ട് മാറി. അങ്ങനെ ഫുള്ളായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിലായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അല്ലേ? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായത് ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അതിലേക്കൊക്കെ നമുക്ക് പോവാട്ടോ. പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് രാജ്യം എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങൾ, ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. നമുക്കറിയാലോ, പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊക്കെ എന്താണ്? നമ്മളെ ഈ ഭരണകാര്യങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഏതായിരുന്നു? INC ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഏതാണ്? INC ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മുന്നിൽ നിന്നത് ഏതാണ്? പ്രധാന പങ്കുവഹിച്ചത് INC ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞതും ഏത് തന്നെയാണ്? ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനവും ഏത് തന്നെയാണ്? അതും ഏതാണ്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങൾ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്താനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ്. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. എപ്പോഴും ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? 1946. വർഷം മറന്നുപോലെ 1946. ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ആരെയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്? ക്യാബിനറ്റ് മിഷനെയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അതനുസരിച്ച് എന്തായി? ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ? അതും അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. അത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് എന്ത് ചെയ്തു? അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അതും ചോദിക്കാറുണ്ട്. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. അന്നു മുതൽ എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് അറിയപ്പെടുന്നു. ഇവിടെ ക്യാബിനറ്റ് മിഷനെ കുറിച്ച് ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഒരു 3 അംഗ സമിതിയായിരുന്നു എന്നത് അല്ലേ. ആരൊക്കെയായിരുന്നു ആ 3 അംഗ സമിതിയിൽ ഉണ്ടായിരുന്നത്? കിട്ടുന്നുണ്ടോ? ക്യാബിനറ്റ് മിഷനിലെ 3 അംഗ സമിതിയിൽ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ് അല്ലേ, പെത്വിക് ലോറൻസ്. പിന്നെ ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്. പിന്നെ ആരായിരുന്നു? എ ബി അലക്സാണ്ടർ എന്നിവരായിരുന്നു ഈ ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. കേട്ടോ, മറന്നുപോയല്ലേ. ഭാരതത്തിൻ്റെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചോദിക്കാറുള്ളത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഭാരതത്തെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അതങ്ങനെ തന്നെ പഠിക്കണേ. പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ചോദിക്കും. ഇനി എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ വേർഡുകളാണ് പറയുന്നത്? നീതിയും സ്വാതന്ത്ര്യവും സമത്വവും അല്ലേ. നീതി, സ്വാതന്ത്ര്യം, സമത്വം. 3 വേർഡുകൾ ഇതിൽ പറയുന്നത് ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൂടിയുണ്ട് കേട്ടോ. നീതിയും സ്വാതന്ത്ര്യവും സമത്വം, സാഹോദര്യം. ഇതൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പഠിക്കുക. തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ എങ്ങനെയാണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. പിന്നെ എന്തൊക്കെയാണ് വേർഡുകൾ പറയുന്നത്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രധാനമാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കിയിട്ട് മാറ്റിയില്ലേ. പിന്നെ എന്താണ് മാറ്റിയിട്ടുള്ളത്? മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം എന്താണ് ചേർത്തിരിക്കുന്നത്? രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ചേർത്തിട്ടുണ്ട് അല്ലേ. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ചേർത്തിട്ടുണ്ട്. 1976 42ാം വകുപ്പ് പ്രകാരം അല്ലെ, 2 ആക്ട് പ്രകാരം ഒരേ ഒരു തവണയാണ് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42ാം ഭേദഗതിയാണെന്ന് ഓർത്തിരിക്കുക. ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കൂ. ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയാണ് ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്ന് പറഞ്ഞല്ലോ. അതിൽ പരമാധികാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം. പുറമേ നിന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ഒന്നും സമ്മർദ്ദങ്ങൾക്കോ ഇടപെടലുകൾക്കൊന്നും നമ്മൾക്ക് വിധേയമാകാതെ, നമ്മൾ അതിനൊന്നും ഇതാക്കാതെ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സ്ഥിതി സമത്വമോ? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പാക്കുന്നതുകൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുക എന്നതുകൊണ്ടാണ് സ്ഥിതി സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തുക എന്നതാണ് സ്ഥിതി സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതേതരത്വമാണെങ്കിലോ? രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് മതമില്ല. രാഷ്ട്രത്തിന് എന്താണ്? ഔദ്യോഗികമായിട്ട് മതമില്ല. ഒരു പ്രിലിംസിന് അതങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും എന്താണ്? വിവേചനം കാണിക്കുന്നില്ല. ഇതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യമാണെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ എന്താണ്? പരമാധികാരികളാകുന്നു. ഇതാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നു? അനുശാസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്ര പൗരർക്ക് ഉറപ്പ് നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യമെന്ന് വയ്ക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. മനുഷ്യ സമൂഹത്തിൻ്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന എന്താണ്? അടിസ്ഥാന നിയമവ്യവസ്ഥ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ അടിയും പിടിയും വഴക്കും ഒക്കെ ആയിരിക്കും അല്ലേ? ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഇതേ കരുത്തോടെ ഇന്ന് നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് എന്താണ്? വിലയിരുത്താം. പക്ഷേ നിയമങ്ങൾ കുറേയൊക്കെ ഇത്തിരി കൂടെ മെച്ചപ്പെടാനുണ്ടെന്ന് പലപ്പോഴായിട്ട് പല ഇൻസിഡൻറ്റ് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് നിയമങ്ങൾ ഇത്തിരി കൂടെ ശക്തമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻസിഡൻറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ തോന്നാറ്. ആ ശിക്ഷ ഇത്തിരി കുറഞ്ഞു പോയി, അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് എന്താണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും പല നാടുകളിൽ. നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത്തിരിയും കൂടെ ഭരണം ശക്തമായിരിക്കണം, ഇത്തിരിയും കൂടെ നമ്മുടെ നിയമങ്ങളൊക്കെ ഇത്തിരി കൂടെ കടുപ്പമാവണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇന്നത്തെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഭരണഘടന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം SCERT ഓരോ ദിവസമായിട്ട് SCERT ഭരണഘടന 10 വരെയുള്ള ഭരണഘടന എടുത്ത് പോവാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം തീർത്ത് പോവാം. അതും അതിൻ്റെ മോക്ക് ടെസ്റ്റായിട്ട് തീർത്ത് പോവാം. അല്ലാണ്ട് ക്ലാസ് എടുത്തിട്ട് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കാം, ബാക്കിയൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് വഴി നമുക്ക് ചെയ്തു പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്